എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വ്യക്തി വരികയാണ്. ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി കടന്നു വരികയാണ്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ വരവ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് എന്നെന്നും ഉണ്ടാകുകയും ചെയ്തിരുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ വ്യക്തിയുടെ വരവിനായിട്ട് ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ജീവിതവും അതുതന്നെയാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾ ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് ഇല എന്ന ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി നിഷ്കളങ്കതയുള്ളൊരു വ്യക്തിയാണ്. മണ്ണിനെയും പ്രകൃതിയെയും പാരമ്പര്യ മൂല്യങ്ങളെയും ദൈവിക വിശ്വാസങ്ങളെയും ഒക്കെ പ്രാധാന്യത്തോടെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയുടെ ആളാണ് നിങ്ങൾ, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗമ്യഭാവവും നിഷ്കളങ്ക സ്വഭാവവും എപ്പോഴും ആ വ്യക്തിയിൽ ദൃശ്യമാണ്. എല്ലാം ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം നിലപാടെടുക്കാനും നിങ്ങൾക്കൊപ്പം നിലപാടെടുത്ത് മുന്നോട്ട് പോകാനും ആ വ്യക്തിക്ക് വലിയ താല്പര്യവും വലിയ സ്നേഹവും ഒക്കെയാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അഗമമായി നിലനിൽക്കാനുള്ള ആ വ്യക്തിയുടെ ശക്തി അപാരമാണ്. എല്ലാത്തരം പോസിറ്റീവ് എനർജിയും ആ വ്യക്തിയിൽ നിന്ന് ആർജിക്കുന്നുണ്ട്. പലപ്പോഴും ജീവിതത്തിൻ്റെ ദുഃഖകരമായ അവസ്ഥകളിൽ, പ്രതിസന്ധികളിൽ നിങ്ങൾ നൽകിയ പ്രചോദനം, നിങ്ങൾ നൽകിയ ഏറ്റവും നല്ല തീരുമാനങ്ങൾ, ഇഷ്ടങ്ങൾ, അത് ആ വ്യക്തി സ്വീകരിക്കുകയും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വലിയ തരത്തിലുള്ളൊരു എനർജി ലഭിക്കുകയും ചെയ്തു. ഒരുപാട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ജീവിക്കാനൊക്കെ സാധിക്കുന്നത് ആ വ്യക്തി നൽകിയ പ്രേരണയാണ്. ആ വ്യക്തി കേവലം നിങ്ങളെ സ്നേഹിക്കുക മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളെയൊക്കെ സംരക്ഷിക്കുകയും നിങ്ങൾക്ക് അറിയില്ലാത്ത മേഖലകളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ അറിവ് പകർന്നു നൽകുകയും നിങ്ങൾക്ക് കൃത്യമായ ദിശാബോധം ജീവിതത്തിൽ നൽകുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് താങ്ങും തടലുമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നു. നിങ്ങളാണ് ആ വ്യക്തിയുടെ എല്ലാ ശക്തിയും. ആ വ്യക്തി ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾക്കതൊരു വലിയ നഷ്ടമായി ഭവിച്ചേക്കാം. നിങ്ങൾക്ക് ആ നഷ്ടം ഒരുപക്ഷെ സഹിക്കാൻ കഴിയുന്നതായിരിക്കണമെന്നില്ല. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവം നിങ്ങൾക്ക് ലഭിക്കുന്നതും ആ വ്യക്തി നിങ്ങളോടൊപ്പം നിലപാടെടുക്കുകയും നിങ്ങളോടൊപ്പം നിലകൊള്ളുമ്പോഴാണ്. ആ വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ ശക്തി തിരിച്ച് എത്തുകയില്ല. ആ വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ തീഷ്ണതയോടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾക്കെല്ലാത്തരം സപ്പോർട്ടും നിങ്ങൾക്കെല്ലാത്തരം പിന്തുണയും നിങ്ങൾക്കെല്ലാത്തരം ശക്തിയും പ്രദാനം ചെയ്തുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ആ വ്യക്തി നൽകുന്ന ശക്തി നിങ്ങൾക്ക് എന്നെന്നും ജീവിതത്തിൽ പ്രചോദനമാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ തോന്നിയിട്ടുണ്ട്. അത്രത്തോളം തീഷ്ണതയുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് കരുത്ത് പ്രദാനം ചെയ്തതും ആ വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിലെ ആ നല്ല ജീവിതം, അല്ലെങ്കിൽ ആ നല്ല സ്വഭാവവും നല്ല സമീപനങ്ങളും നല്ല മനസ്സുമാണ് നിങ്ങൾക്ക് വിജയം നൽകാൻ പോകുന്നത്. ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങളിലേക്ക് എത്തുകയാണ്. നിങ്ങളത് അറിയുകയാണ്, നിങ്ങളത് അനുഭവിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് ആ സംതൃപ്തി ലഭിക്കുകയാണ്. അതായിട്ട് പുഷ്പം പൈലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഊർജം പകരുന്നൊരു വ്യക്തിയാണ്. പലപ്പോഴും നിങ്ങൾ വിചാരിക്കും, എൻ്റെ വ്യക്തി എനിക്കൊരു ഊർജവും പകരുന്നില്ല, എനിക്കൊരു പിന്തുണയും നൽകുന്നില്ല, എനിക്കൊരു പ്രത്യേകതകളും നൽകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. അത് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളും സ്നേഹവും സഹകരണമൊക്കെ ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ശക്തിയിൽ, അതിൻ്റെ ഒരു
പ്രഭാവത്തിൻ്റെ വില അറിയാതെ നിങ്ങൾ പോയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി എന്നെന്നും നിങ്ങളോടൊപ്പം, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളോടൊപ്പം നിലനിന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ സ്നേഹവും ഇഷ്ടവും താല്പര്യവും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് അനുഭവിച്ച് അറിഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും ആ വ്യക്തി തുടരെ ചെയ്ത സഹായങ്ങളും സഹകരണങ്ങളും സ്നേഹവും ചെറുതായി നിങ്ങൾ ഒരുപക്ഷെ കണ്ടിരിക്കാം. കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ ആ വ്യക്തിയെ മടുത്തിരിക്കാം. അങ്ങനെ നിങ്ങളുടെ മനസ്സ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചിന്തിച്ചിരിക്കാം. പക്ഷേ ആ മടുപ്പ്, ആ അറിവില്ലായ്മ, ആ വിലയില്ലായ്മ മാറുന്നത് ആ വ്യക്തിയെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ എത്രത്തോളം ഇഷ്ടമുണ്ടായി, എത്രത്തോളം നിങ്ങൾക്ക് ആ വ്യക്തി പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ അറിഞ്ഞത് ആ വ്യക്തി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്. അവിടെ നിങ്ങളുടെ മനസ്സ് പിടഞ്ഞുപോയി. നിങ്ങൾ കാണിച്ചതൊന്നും ശരിയായിരുന്നില്ല, നിങ്ങൾ വില കൽപ്പിക്കാതെ പോയത് തെറ്റായിരുന്നു. ആ ബോധ്യം നിങ്ങൾക്ക് വന്നപ്പോഴേക്കും ആ വ്യക്തി നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലെത്തി. അത് നിങ്ങൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. നിങ്ങൾക്കൊട്ടും സഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത രീതിയിൽ ആ വ്യക്തിയെ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായതിൽ. ഞാൻ എങ്ങനെ അതിനെ മറികടക്കും എന്നായിരുന്നു നിങ്ങളുടെ ചിന്ത. പിന്നെ നിങ്ങൾ കരയിൽ പിടിച്ചിട്ട മത്സ്യം കണക്കെ ഒരുപാട് ഓട്ടങ്ങൾ ഓടി. കാരണം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഇപ്പോഴാണ് നിങ്ങൾ ആ വില അറിയുന്നത്, ഇപ്പോഴാണ് നിങ്ങൾ ആ വ്യക്തിയുടെ മൂല്യം അറിയുന്നത്. അങ്ങനെ ആ വ്യക്തി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന്, ആ വ്യക്തിയെ നഷ്ടപ്പെട്ടേക്കാമെന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ കര കടന്നത് ഒരുപക്ഷെ ഈശ്വരൻ്റെ ശക്തിയാണ്. ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് കരകടന്ന് നിങ്ങൾക്ക് തോന്നില്ല. അതായത് ആ വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ, ആ വ്യക്തി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയപ്പാടിലാണ് നിങ്ങളുള്ളത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴാണ് നിങ്ങൾ ആ വ്യക്തിയുടെ വർണ്ണശബളതയും ശോഭയും അറിയുന്നത്. ആ വ്യക്തി അത്രത്തോളം നിങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതായിരുന്നു. ആ വ്യക്തി അത്രത്തോളം നിങ്ങളെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ടതായിരുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയെ എന്നെന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ എന്നെന്നും ആ വ്യക്തിയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മൂല്യം നിങ്ങൾ അറിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് സങ്കടം വന്നത്. ഞാൻ എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ നിഗമനങ്ങൾ ഒക്കെ തെറ്റിപ്പോയി എന്ന് നിങ്ങൾ കണക്കാക്കിയത് ആ ഒരു ഘട്ടത്തിലാണ്. കാരണം ആ വ്യക്തി അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾ ആ വ്യക്തിയുടെ മൂല്യം അറിയുന്നു. ഇപ്പോൾ ആ വ്യക്തി എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തി തിരിച്ചു വരികയാണ്. നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ കഴിയുന്നു. നിങ്ങൾക്ക് ആശങ്കപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ആ വ്യക്തി തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് എത്തും. സംതൃപ്തമായി നിലകൊള്ളുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.